സോ ഇന്ന് ട്വിൻ ഫ്ലെയിം കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ കിട്ടിയത് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടി എഫ് ജേണിയിൽ ഡി എം നമ്മുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ലേ, അതോ അവർ അതൊക്കെ ട്രിഗർ തരുന്നതാണോ? ടി എഫ് ജേണിയിൽ ഡി എമ്മിന് ഡി എഫിൽ എന്തൊക്കെയോ ഇഷ്ടപ്പെടാണ്ട് ഇരിക്കുക എന്ന്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നത് കേട്ടോ. ടി എഫ് ജേണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷനാണ്. അവിടെ ഒരാൾ ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ വേണ്ടി വരുന്നതല്ല, സോൾ പർപ്പസിന് വേണ്ടിയിട്ട് രണ്ടുപേരും പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്റ്റോർട്ടഡ് എനർജിയിലായിരിക്കും. അപ്പോൾ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഹീലിംഗ് തന്നിട്ട് നമ്മുടെ പ്യുവർ ഒതൻറ്റിക് സ്റ്റേറ്റിലേക്ക് നമുക്ക് കണ്ടൻ്റ് ആവാനും സെൽഫ് ലവ് പഠിക്കാനും അൺകണ്ടീഷണൽ ലവ് പഠിക്കാനും അത് യൂണിവേഴ്സിലേക്ക് സ്പ്രെഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ജേർണി നമുക്ക് ലഭിക്കുന്നത്. മെയിൻലി സോൾ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ സോൾമേറ്റ്സോ കാർമിക്സോ അവിടേക്ക് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരിക. ക്യാരക്ടർ ഇഷ്ടപ്പെടും. നമ്മൾ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടല്ല വരുന്നത്, നമ്മുടെ സോളിൻ്റെ ഹാഫ് ആണ് ഈ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ട്രിഗറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യെസ്, അവർ ട്വിൻ ഫ്ലെയിംസ് എപ്പോഴും ട്രിഗറാണ് തരിക നമുക്ക്. ഇപ്പോൾ ഓരോ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവർ ഓരോന്ന് പറയും, റിജക്ഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ട്രിഗേഴ്സാണ്. മിററിങ് ആണല്ലോ, ടി എഫ് ഈസ് ഈക്വൽ ടു മിററാണ്. അപ്പോൾ അവരിപ്പോൾ നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺടാക്റ്റ് തരുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല പറയുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, കമ്മിറ്റ്മെൻറ്റ് തരാൻ താല്പര്യമില്ല, എനിക്ക് സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യം നമ്മൾ ഡി എഫിന് നൽകാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഡി എം പറയുന്നത് നിങ്ങൾ ഇപ്പോൾ സമയമല്ല പറയുകയാണെങ്കിൽ ഡി എഫിന് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല. അപ്പോൾ ഡി എഫിന് വേണ്ടി സമയം കണ്ടെത്തണം, എനർജി തിരിച്ചു വാങ്ങണം. അതുപോലെ നമ്മളിലേക്ക് കംപ്ലീറ്റ്ലി കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മളെപ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ നമുക്ക് എന്താണ് ഇഷ്ടം? നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഈ ഒരു ജേർണിയിൽ അവരെന്താണോ പറയുന്നത് അതാണ് നമുക്ക് കാണിച്ചു തരിക. ഓക്കെ, അതാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ അതായത് ഞാൻ പറയും, ഇഷ്ടപ്പെടാണ്ടിരിക്കുക അതങ്ങനെയല്ല. എപ്പോഴും ഡി എഫ് അല്ലെങ്കിൽ ഡി എഫിനെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടും അവരെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് അവർ ആ ഗ്യാപ്പ് എടുത്തിട്ട് പോകുന്നത്. അവർക്കും ഹീലിംഗ് ഉണ്ട്, നമുക്കും ഹീലിംഗ് ഉണ്ട്. അപ്പോൾ ഹീലിംഗ് ജേർണി തരാൻ വേണ്ടിയിട്ടാണ് അവരൊരു സെപ്പറേഷൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു ടി എഫ് ജേർണീനെ കുറിച്ച് അത്ര വലിയ അറിവില്ലാത്ത ഒരാളുടെ ചോദ്യമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. മീൻസ് ലോ എനർജി ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നിയത്. കാരണം അവരിപ്പോഴും ഡി എമ്മിലേക്ക് ഫോക്കസ് ചെയ്തേക്കാണ്. ഡി എം നമ്മുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടില്ലേ, ക്യാരക്ടർ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അല്ല ട്രിഗറിൻ്റെ കാര്യം ട്രിഗർ തരും അവർ. പിന്നെ ഇതൊരു ഇഷ്ടപ്പെടാതിരിക്കുന്ന ജേർണി അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. മേ ബി ഒരു സോൾമേറ്റ്സോ അല്ലെങ്കിൽ നോർമൽ കണക്ഷൻ ഉള്ളവരായിരിക്കാം. ട്വിൻ ഫ്ലെയിംസ് ഇത്രയും സ്പ്രെഡ് ആയതുകൊണ്ട് ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതിയിരിക്കുന്നതായിരിക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ അല്ലയോ. എനിക്ക് അങ്ങനെയാണ് എനർജി ഫീൽ ചെയ്തത് കേട്ടോ. ശരിക്കും ടി എഫ് ജേർണി പഠിപ്പിക്കുന്നത് ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്രയും പെയിൻ തന്ന് അത്രയും വേദന തന്ന് നമ്മളെ കൂടുതൽ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന ഒരു ജേർണിയാണ് ട്വിൻ ഫ്ലെയിം ജേർണി. അടുത്ത ക്വസ്റ്റ്യൻ, ടി എഫ് ജേർണിയിൽ കർമ്മ കുറവാണെങ്കിൽ ഡി എമ്മിൽ നിന്ന് ഇൻസ്റ്റൻറ്റ് കോണ്ടാക്റ്റ് വരും, ഡി എം അവേക്കണിങ് എങ്ങനെയാകും? ഈ ക്വസ്റ്റ്യൻസൊക്കെ അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ഞാൻ ചിന്തിച്ചു ഈ ഒരു ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്തപ്പോൾ. കർമ്മ അത്രയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ജേർണി കിട്ടുന്നതും. നമ്മൾ പറയുകയാണ് നമ്മുടെ ജേർണി അത്രയും കർമ്മ ഉണ്ട്, അപ്പോൾ അത് സെറ്റിൽമെൻറ്റ് ചെയ്യണ്ടേ, അപ്പോൾ സോൾ പർപ്പസ് ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വരികയാണ് ഭൂമിയിലേക്ക്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ടി എഫ് എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണാം, വേണമെങ്കിൽ ഞാനൊരു ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഇടാം. അപ്പോൾ കർമ്മ കുറവാകുമ്പോൾ ഡി എം ഇൻസ്റ്റൻറ്റ് കോണ്ടാക്റ്റ് വരും എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ട്വിൻ ഫ്ലെയിം ജേർണീനെ കുറിച്ച് വലിയ രീതിയിലുള്ള അറിവില്ലാന്ന് തോന്നുന്നു. ഇതിൽ കർമ്മ കുറവ് അങ്ങനെയല്ല, ചിലവർക്ക് കർമ്മ കുറവുള്ളവർക്ക് പെട്ടെന്ന് റീയൂണിയൻ ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയും. അത് വളരെ 0.1% ഒക്കെ ട്വിൻ ഫ്ലെയിംസിനാണ്. മിക്കവർക്കും കർമ്മ അധികം ഉണ്ടായിരിക്കും. കാരണം ഒരു ജന്മം മാത്രമല്ല, 86 ജന്മങ്ങളുടെ ആ ഒരു ഡെപ്സ് കിടക്കുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ഓഫ് ചെയ്യുകയാണ് ഈ ഒരു ജന്മത്തിലൂടെ. ഓക്കെ, അപ്പോൾ പിന്നെ ഡി എം അവേക്കണിങ് എങ്ങനെയാകും, നമ്മളെങ്ങനെയാണ് അവേക്കണിങ് ആയത്?
ഞാൻ അവേക്കനിങ് ആയത് സെപ്പറേഷന് ശേഷം. അതിന് മുന്നേ തന്നെ എൻ്റെ ജേർണി 2014 തൊട്ടിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അല്ല, ശരിക്കും ഞാൻ ജനിച്ച തൊട്ടിട്ടേ 1997 തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ 2014 ഫസ്റ്റ് ട്വിൻ ഫ്ലെയിംസ് നമ്മൾ കണ്ടുമുട്ടിയത് എൻ്റെ കേസിൽ. അപ്പോൾ 10 കൊല്ലം, ശരിക്കും 26 കൊല്ലമായിട്ട് ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവേക്കനിങ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെറുതിൽ സോളിലൊരു ക്രേവിങ്സ് ഉണ്ടായിരുന്നു. ഐ എം നോട്ട് കംപ്ലീറ്റ്. ഞാൻ പണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഉള്ള സമയത്ത് ഞാനിട്ട കവർ ഫോട്ടോ യു കംപ്ലീറ്റ് മീ എന്ന്, അത് എവിടെ നിന്ന് അറിഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല, ഹാഫ് ഹാർട്ടിൻ്റെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് അപ്പോഴും ആ ഒരു സോളിന്, ആത്മാവിനത് അറിയാം, പക്ഷെ ആത്മാവിന് അപ്പം തന്നെ ട്വിൻ ഫ്ലെയിം ആയിട്ട് പറഞ്ഞു തന്നതൊന്നും ആ പ്രായത്തിൽ മനസ്സിലാവില്ല. സോ ഓരോ ജേർണിയിൽ ഓരോ സ്റ്റേജും കടന്നിട്ടാണ് അതിലേക്ക് എത്തിയത്. അപ്പം ഞാൻ സെപ്പറേഷൻ സമയത്താണ് ട്വിൻ ഫ്ലെയിം ആണെന്നുള്ള ടേം ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് റെയർ ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ സോൾമേറ്റ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ DM ഇടയ്ക്ക് പറയാറുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ഇൻസ്റ്റൻറ്റ് റെക്കഗ്നീഷൻ. ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, നമ്മുടെ കംപ്ലീറ്റ് ആയി നമുക്ക് ഫീൽ ചെയ്യുന്ന സമയം. അപ്പോൾ നമുക്ക് എനിക്ക് DFന് എങ്ങനെയാണ് അവേക്കനിങ് വന്നത്, ഇങ്ങനെയാണ്. സെപ്പറേഷന് ശേഷമാണ്, ഒരു 4 monthsന് ശേഷം ട്വിൻ ഫ്ലെയിം ജേർണിയാന്ന് അറിഞ്ഞത്. ഒരു ചാനലിൽ നിന്നാണ്, മല്ലുസ്കോപ്പ് ടാരോ ചേച്ചിയുടെ ചാനലാണ്, ശ്രീനിഷ ചേച്ചിയുടെ ചാനൽ. അങ്ങനെയാണ് ഞാൻ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളും ഇതുപോലെ സെപ്പറേഷനിൽ നിന്നും പല ജീവിതത്തിൽ നഷ്ടപ്പെടലിൽ നിന്നുമാണ് നമ്മൾ അവേക്കനിങ് തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് അവരും നടക്കുക. പക്ഷെ അവർക്ക് കൂടുതലും കാർമിക് പേഴ്സൺസ് ആയിരിക്കും. കർമ്മ 2 പേർക്കുണ്ടെങ്കിലും കാർമിക് പീപ്പിൾ കൂടുതലും DMനായിരിക്കും. നമുക്ക് കാർമിക് ഡെപ്സ് ആയിരിക്കും. 2 പേർക്കും കാർമിക് ഡെപ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് കൂടുതലും അവരുടെ ജോബിൽ നിന്നും DFനെ എന്ത് കാരണത്തിലാണ് ഉപേക്ഷിച്ച് പോകുന്നത്, ആ ഒരു ഫാക്ടറിൽ നിന്നാണ് കൂടുതൽ അവർക്ക് അവേക്കനിങ് വരാം. മേ ബി കാർമിക്, അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആ ഒരു പാർട്ട്ണറായിരിക്കാം, ഫാമിലി ആയിരിക്കാം, ജോബായിരിക്കാം. അങ്ങനെയാണ് കൂടുതലും അവർക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നത്തെ ക്വസ്റ്റ്യൻ 7 ചക്ര മെഡിറ്റേഷൻസ്. 7 ചക്ര മെഡിറ്റേഷൻസ് ഞാൻ ചെയ്യുന്നത് ബീച്ച് മന്ത്ര വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ കുറേ ചെയ്ത് വരുമ്പോൾ, സ്റ്റാർട്ടിങ് ഒരു ഇന്നർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ വീഡിയോസും മ്യൂസിക്സും ഒക്കെ അവൈലബിൾ ആയിട്ട് വേണ്ടി വരും. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ മ്യൂസിക്സിൻ്റെ ഒന്നും വേണ്ടി വരില്ല. ഓൾറെഡി ബീച്ച് മന്ത്ര അറിയാം. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ മെഡിറ്റേഷൻ സ്റ്റേറ്റിലിരുന്ന് ഞാൻ തന്നെ ചാൻറ്റ് ചെയ്യാറുണ്ട്. റേക്കി എനർജി അല്ലെങ്കിൽ ഡിവൈൻ്റെ എനർജി കൊണ്ടുവന്നിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. മുദ്ര പിടിക്കണമെന്ന് നിർബന്ധമില്ല. അത്രയും കുറേ കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മുദ്ര പിടിക്കുന്നത് കൊണ്ടും തെറ്റില്ല. ഞാൻ മുദ്ര വെച്ച് ചെയ്യാൻ എനിക്കത്ര അറിയില്ല. ഞാൻ ബീച്ച് മന്ത്ര ഉറക്കെ ചാൻറ്റ് ചെയ്യാറ്. ലം അങ്ങനെ നല്ല രീതിയിൽ ചാൻറ്റ് ചെയ്യാറ് കേട്ടോ. അങ്ങനെയാണ് 7 ചക്ര മെഡിറ്റേഷൻസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അത് സെറ്റ്. DM സ്പിരിച്വൽ അവേക്കനിങ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് DMൻ്റെയൊക്കെ അവേക്കനിങ്ങിൻ്റെ. ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ് മീൻസ് കുറേ പേർക്ക് കുറേ ക്വസ്റ്റ്യൻസ് DMലാണ്. ശരിയാണ്, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് വരുമ്പോൾ നമുക്കും DMൻ്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വളരെ വ്യഗ്രതയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ DM വേണമെന്നില്ല. സോൾ പർപ്പസ് നന്നായിട്ട് ചെയ്യുക, ഭൂമിയിൽ നിന്ന് സമാധാനപരമായിട്ട് പോവുക. അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ആ ഒരു സ്റ്റേജിലേക്ക് എത്തി നമ്മൾ. ഓക്കെ, അടുത്തത് DM സൈഡിൽ സെപ്പറേഷൻ ഫേസ്. DF ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. DMൻ്റെ സെപ്പറേഷൻ വരുന്ന സമയത്ത് DFൻ്റെ മനസ്സിൽ 24/7 DM ഉള്ളത് പോലെ തന്നെ അവർക്കും ഉണ്ടാകുമോ എന്നാണ്. ചെറിയൊരു കോൾഡ് ഇന്നലെ വന്നു എനിക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ 2 പേരും ഒരു സോളിൻ്റെ പാർട്ടായതുകൊണ്ട് അവർക്ക് മിസ്സിങ് എനർജി ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ DF ആ ഒരു സമയത്ത് ഭയങ്കര ലോൺലി, ഒറ്റപ്പെടുന്നത് കൊണ്ട് കൂടുതൽ ഫീൽ ചെയ്യും. DMs ഒരു ജോലിയിലേക്കും പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഡേ സമയത്ത് അവർക്ക് ഉണ്ടായെങ്കിൽ പോലും ഇത്ര ഉണ്ടാവില്ല. പക്ഷെ രാത്രി റെസ്റ്റ് പീരീഡിലാണ് അവർ കൂടുതലും DFനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വരിക. അപ്പോൾ അവർ ഓർമ്മ വരുന്ന സമയത്ത് അവരത് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോകും ആദ്യ സമയത്ത്. പിന്നീടൊരു സ്റ്റേജ് ആകുമ്പോൾ അവർ ആക്സെപ്റ്റൻസ് മോഡിലേക്ക് വരും. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, DMൻ്റെ ഈ 4 സ്റ്റേജസ്. നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കാണുക. ലാസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂടുതലായിട്ടുള്ള ഫീലിങ്സ് വരുമ്പോൾ അവർ എൻജോയ് ചെയ്യാനാണ് തുടങ്ങും. മുന്നേ അവർ റെസിസ്റ്റ് ചെയ്യും, പിന്നെ അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങും. പുറത്ത് മഴ ഉണ്ട് കേട്ടോ.
അപ്പോൾ മൈൻഡിലുണ്ടായിരിക്കും സെയിം സോൾ തന്നെയല്ലേ നമുക്ക്. അവർക്ക് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് അവർക്കും ഉണ്ടായിരിക്കാം. അത്രയേ ഉള്ളൂ. നമുക്കൊരു ആ ഒരു സിറ്റുവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും അത് തന്നെയാണ് അവർക്ക് ഉണ്ടാവുക. പക്ഷെ അവരത് സപ്രസ് ചെയ്യാൻ നോക്കും. അതാണ് ഒരു പ്രശ്നം. സപ്രസ് ചെയ്യുമ്പോൾ അവർ അഡിക്ഷനിലേക്കും വേറെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ വേറെ അവർ ബിസി ആവുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. പക്ഷേ DF നന്നായിട്ട് ഇന്നർ വർക്ക് ചെയ്ത് പോകുമ്പോൾ, ഇന്നർ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടൻറ് ആവാം, നമ്മളിൽ പീസ് ആവും. അതിലേക്ക് എത്തുമ്പോൾ ആ ഒരു മിസ്സിങ് എനർജി അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ DMൻ്റെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തന്നെ ഡിവൈൻ ഇൻ്റർവെൻഷൻസ് രീതിയിൽ എത്തിക്കും. അപ്പോൾ അവർക്ക് ചിന്തിക്കേണ്ട ഒരു ടൈമൊക്കെ വരും. അപ്പോഴാണ് അവർക്ക് ആക്ഷൻ എടുക്കാനും ആ ഒരു സ്ട്രെങ്ത് ഒക്കെ വരുന്നത്. അതിലേക്ക് എത്തണമെങ്കിൽ DFൻ്റെ ഇന്നർ വർക്ക്സ് കംപ്ലീറ്റ് ആവണം. അവർ കംപ്ലീറ്റ്ലി DFനെ കണ്ടുപിടിക്കണം. DF ഡിസ്റ്റോർട്ടഡിൽ നിന്ന് എവേക്കൺ എനർജിയിലേക്ക് വരണം. ദാറ്റ് മീൻസ് ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് വരണം. അപ്പോഴാണ് അവർക്കും ആ ഒരു എനർജി കിട്ടുള്ളൂ. ഓക്കെ, അതൊക്കെയാണ് കിട്ടിയ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അറിഞ്ഞിരിക്കുക DMൻ്റെ എന്താ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ അവരിൽ ഫോക്കസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈവ് റീഡിങ്സ് ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസസ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഫേസ് സ്റ്റക്കായി തോന്നുകയാണെങ്കിൽ ഗൈഡൻസസ് എടുക്കുക. ഹീൽ ഗ്രോ ഷൈൻ. സത്യമായിട്ട് അതാണ് ചെയ്യേണ്ടത്. ഹീൽ ചെയ്യുക, കൂടുതൽ ഗ്രോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ പീസിൽ നിങ്ങൾ ഷൈൻ ചെയ്യാൻ നോക്കുക. കൂടുതലും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ DM സ്പിരിച്വൽ അവേക്കണിങ്ങിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. DMനെ കുറിച്ചിട്ടൊക്കെ കുറേ ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചിട്ട് മിക്ക വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി ഞാൻ DM സ്പിരിച്വൽ അവേക്കണിങ് ചെയ്യാം. ഇല്ലെങ്കിൽ പഴയ വീഡിയോസ് ഞാൻ പോസ്റ്റ് ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ എൻ്റെ ചാനലിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക. കുറേ താഴെ പോയി കഴിഞ്ഞാൽ റിയൂണിയൻ്റെയും DM തേർഡ് പാർട്ടിയും തമ്മിലുള്ള കാര്യങ്ങളും എങ്ങനെയാണ് അവരുടെ ഫീലിങ്സും അങ്ങനത്തെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ട്വിൻ ഫ്ലെയിംസിൻ്റെ മാക്സിമം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പിന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് കൺഫേംഡ് ആണെങ്കിൽ നിങ്ങൾ ഇന്നർ വർക്ക്സ് മെഡിറ്റേഷൻസിൻ്റെ ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് കേൾക്കുന്നവർ കുറവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് മെഡിറ്റേഷൻസ് കേൾക്കുന്നവരായിരിക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്നവർ, അല്ലാത്തവരായിരിക്കില്ല. കാരണം അവർക്ക് കൂടുതൽ ഹീൽ ചെയ്യണം, അവർക്ക് കൂടുതൽ അവരറിയണം എന്നൊക്കെയുള്ള തോട്ട് വരും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അവരിൽ ഫോക്കസ് ചെയ്താൽ അവർ തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോഴാണ് തേർഡ് പാർട്ടി സ്ട്രോങ്ങർ ആയിട്ട് വരും. ഓക്കെ, പിന്നെ എല്ലാവരും കുറേ പേര് ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല, കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ അവർ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. പക്ഷെ ഇനി വലിയ രീതിയിലുള്ള ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അവർക്ക് മനസ്സിലാവുമ്പോഴാണ് അപ്പം പറഞ്ഞു വരിക, ചേച്ചി ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല, ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു എന്ന്. കാരണം ആ ഒരു ഇല്യൂഷണറി വേൾഡിൽ നിന്ന് അത് ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ ആ ഇല്യൂഷനൊക്കെ പൊട്ടിപ്പോയി ക്ലിയർ പിക്ചർ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ. സോ താങ്ക് യു. ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.